Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽജിബ്ര ആൻഡ് ഐഡന്റിറ്റിയിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു എക്സസൈസ് വരുന്നത് നമ്മുടെ ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെ ബൈനോമിയൽ ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷനിലാണ് ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ഉള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി പ്രോഡക്റ്റ് മീനിങ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? 5 - 2x ആൻഡ് 3 + x. സോ രണ്ടും ബൈനോമിയൽസ് ആണ് അല്ലേ. ബൈനോമിയൽ മീനിങ് 2 ടേംസ് പോളിനോമിയൽസ് ദാറ്റ് ആർ കോൾഡ് ബൈനോമിയൽ. അപ്പോൾ ഇവിടെ ബൈനോമിയലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. 5 - 2x into 3 + x. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ ബൈനോമിയലിന്റെ ഫസ്റ്റ് ടേമിനെ എടുക്കുക, ദാറ്റ് ഇസ് 5. സോ ആ 5നെ നമ്മൾ സെക്കൻഡ് ബൈനോമിയലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ടേം കൺസിഡർ ചെയ്യാം, -2x. ദെൻ അതിനെ സെക്കൻഡ് ബൈനോമിയലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഓരോ ടേംസ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 5 × 3 15, then 5 × x plus 5x, then -2x × 3 -6x, then minus into plus minus ആണ് വരെ അല്ലേ. മൈനസ് ആൻഡ് പ്ലസ് മൈനസ് ആണ്. അപ്പം -2x സ്ക്വയർ വരും. x × x സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ലൈക്ക് ടേംസിനെ ചെക്ക് ചെയ്യുക. ഇവിടെ ലൈക്ക് ടേംസ് വരുന്നുണ്ടോ? യെസ്, 5x ആൻഡ് 6x 2 ആർ ദി ലൈക്ക് ടേംസ്. അപ്പോൾ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്ട്രാക്ഷൻ ഓർ അഡിഷൻ പോസിബിൾ ആണ്. ഇവിടെ നമുക്ക് സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ 15, 5 - 6, 5 - 6 സ്മോളർ നമ്പർ മൈനസ് ഗ്രേറ്റർ നമ്പർ, അപ്പം നെഗറ്റീവ് വരും അല്ലേ. -1x, ദെൻ -2x സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ലൈക്ക് ടേംസ് ഒന്നുമില്ല, ഇനി എല്ലാം എന്താണ്? അൺലൈക്ക് ടേംസ് ആണ്. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെ കോഎഫിഷ്യൻസ് 1 വരുന്ന സമയത്ത് അത് എഴുതണം എന്നില്ല കേട്ടോ. ഇനി എഴുതിയാലും പ്രോബ്ലം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 15 - x -2x സ്ക്വയർ, ഇങ്ങനെയും എഴുതാം. ഓക്കെ, നമ്മൾ കോഎഫിഷ്യൻസ് മാത്സിൽ നമ്മൾ അധികവും 1 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കാറില്ല അല്ലേ. ഇപ്പൊ എക്സ്പോണൻസിന്റെ കേസിലാണെങ്കിലും 1 ആണെങ്കിൽ നമ്മൾ അവിടെ 1 എന്ന് മെൻഷൻ ചെയ്യാറില്ല. ഓക്കെ, യെസ്. സോ അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആൻസർ ഇതാണ്. 2 ബൈനോമിയൽസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. So next second question, p square minus q square into 2p plus q. Again binomials ആണ്, മൾട്ടിപ്ലൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യം p square minus q square into 2p plus q. ഓക്കെ, എന്താ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? നമ്മൾ ഫസ്റ്റത്തെ ബൈനോമിയലിന്റെ ഫസ്റ്റ് ടേം എടുക്കുക, ദാറ്റ് ഇസ് p square, then p square ഇൻറ്റു നമ്മുടെ സെക്കൻഡ് ബൈനോമിയൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് ബൈനോമിയലിലെ സെക്കൻഡ് ടേംസിന് എടുക്കുക, ദാറ്റ് ഇസ് -q സ്ക്വയർ, എന്നിട്ട് സെക്കൻഡ് ബൈനോമിയൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ. ഓരോ ടേംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക, ദാറ്റ് ഇസ് p സ്ക്വയർ ഇൻറ്റു 2p. p സ്ക്വയർ ഇൻറ്റു 2p ഇസ് 2p ക്യൂബ്. 2p ക്യൂബ് ആണ്. ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 1ഉം കൂടെ ആഡ് ചെയ്താൽ 3, അങ്ങനെയാണ് ക്യൂബ് ആയിട്ട് മാറിയത്. ഇനി പ്ലസ് p സ്ക്വയർ ക്യൂ, p സ്ക്വയർ ഇൻറ്റു ക്യൂ ഇസ് p സ്ക്വയർ ക്യൂ, മൈനസ് നെക്സ്റ്റ് ഇസ് q സ്ക്വയർ ഇൻറ്റു 2p, ദാറ്റ് ഇസ് 2q സ്ക്വയർ p, ദെൻ മൈനസ് പ്ലസ് മൈനസ് q സ്ക്വയർ ഇൻറ്റു ക്യൂ ഇസ് q ക്യൂബ് ആണ്. ഓക്കെ, 2ഉം ആ ഒരു 1ഉം കൂടെ, അപ്പം അത് 3 ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലൈക്ക് ടേംസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ലൈക്ക് ടേംസ് വരുന്നുണ്ടോ? p സ്ക്വയർ ആണിത്, ഇവിടെ q സ്ക്വയർ ആണ്. അപ്പം ലൈക്ക് ടേം അല്ല കേട്ടോ. ഇവിടെ p സ്ക്വയർ വന്നാൽ ഇവിടെയും p സ്ക്വയർ വരണം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അത്
എന്തായിട്ട് വരും? ലൈക്ക് ടേംസ് ആയിട്ട് വരും. ബട്ട് ഇവിടെ ലൈക്ക് ടേംസ് അല്ല. ദെൻ പി സ്ക്വയർ ആണ്. സോ അങ്ങനത്തെ ടേം ഇല്ല. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ടേംസ് വരുന്നില്ല. വരുന്നുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യായിരുന്നു. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ നോ ലൈക്ക് ടേംസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദിസ് ഇസ് അവർ ഫൈനൽ ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല എങ്ങനെയാ ചെയ്തതെന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ബൈനോമിയൽസ് ആണ്. ബൈനോമിയൽസ് ആയിട്ട് ഫസ്റ്റ് വന്നത് ടി പ്ലസ് എസ് സ്ക്വയർ, ദെൻ നെക്സ്റ്റ് ഇസ് ടി സ്ക്വയർ മൈനസ് എസ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ടി ഇൻടു നെക്സ്റ്റ് സെക്കൻഡ് ബൈനോമിയൽ ടി സ്ക്വയർ മൈനസ് എസ് പ്ലസ് ദിസ് എസ് സ്ക്വയർ എസ് സ്ക്വയർ ഇൻടു ടി സ്ക്വയർ മൈനസ് എസ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു ടേം എടുക്കും, എന്നിട്ട് ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. പിന്നെ നെക്സ്റ്റ് അടുത്ത നമ്മുടെ ഫസ്റ്റ് ബൈനോമിയലിന്റെ സെക്കൻഡ് ടേം എടുക്കും, അത് ഈ ടേംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ രണ്ട് കേസിലും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എഗെയിൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ടി ഇൻറ്റു ടി സ്ക്വയർ ടി ക്യൂബ് ദെൻ മൈനസ് ടി ഇൻറ്റു എസ് ടി എസ് ദെൻ പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ എസ് സ്ക്വയർ ടി സ്ക്വയർ ദെൻ പ്ലസും മൈനസും വന്ന മൈനസ് ആണ് കേട്ടോ. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എസ് എസ് ക്യൂബ്. ഓക്കെ, എസ് ക്യൂബ് ആണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈക്ക് ടേംസ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഇവിടെ ലൈക്ക് ടേംസ് വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ടി ആൻഡ് എസ് ആണ്. നെക്സ്റ്റ് എസ് സ്ക്വയർ ആൻഡ് ടി സ്ക്വയർ ആണ്. ലൈക്ക് ടേംസ് ഒന്നും വരുന്നില്ല. സോ ദിസ് ഇസ് അവർ ഫൈനൽ ആൻസർ. ലൈക്ക് ടേംസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ സോൾവ് ചെയ്തെടുക്കണം. ലൈക്ക് ടേംസ് ഇല്ലെങ്കിൽ സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ അഗെയിൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഡി ദെൻ പ്ലസ് എ മൈനസ് ബി സി പ്ലസ് ഡി പ്ലസ് 2 ഇൻറ്റു എ സി പ്ലസ് ബി ഡി. സോ ഇതിൽ കുറച്ചധികം ടേംസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചധികം ടേംസ് ഉണ്ട്. ഇത് നമ്മൾ 3 പാർട്സ് ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഫസ്റ്റ് ഇത് ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 ടേംസ് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ. ദെൻ നെക്സ്റ്റ് അഗെയിൻ ഇവിടെയും എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ. ആൻഡ് ലാസ്റ്റ് നോർമൽ ഒരു മോണോമിയൽ ആൻഡ് ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച സെക്ഷനിൽ മോണോമിയൽ ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. 1 ടേം ആൻഡ് 2 ടേംസ് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എ പ്ലസ് ബി ദെൻ സി മൈനസ് ഡി. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഓൾറെഡി ഇവിടെ 3 പാർട്സ് ആക്കി അതിനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. റെഡ് പെൻ വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ സോൾവ് ചെയ്താം 3 പാർട്സ് ആക്കിയിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് പാർട്ടിനെ ഇവിടെ എടുക്കുന്നു സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടേം എ ഇൻറ്റു സി മൈനസ് ഡി ദെൻ പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഡി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻറ്റു സി AC, A into D minus AD plus B into C BC then plus and minus minus BD. Okay, ഇനി ലൈക്ക് ടേംസ് ഉണ്ടോ നോക്കാം. ഇവിടെ ലൈക്ക് ടേംസ് വരുന്നുണ്ടോ? AC BC AD BD. സോ ലൈക്ക് ടേംസ് ഇല്ല. ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ടേം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്യണം കേട്ടോ. സെപ്പറേറ്റ് ചെയ്തിട്ട് ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ കമ്പൈൻ ചെയ്തെടുക്കണം. അപ്പൊ അടുത്തതിൽ A minus B C plus D. ഓക്കെ, ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സെയിം ബൈനോമിയൽ ആണ്. അപ്പൊ A ഇൻറ്റു സി പ്ലസ് ഡി ദെൻ മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ഡി. ഓക്കെ, ദെൻ A ഇൻറ്റു സി എ സി, A ഇൻറ്റു ഡി എ ഡി ദെൻ മൈനസ് ബി ഇൻറ്റു സി ബി സി മൈനസ് പ്ലസ് മൈനസ് ബി ഡി. ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ലൈക്ക് ടേംസ് ഉണ്ടോ? എ സി ബി സി എ ഡി ബി ഡി. സോ ലൈക്ക് ടേംസ് ഇല്ല. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് കമ്പൈൻ ചെയ്യണം. ലാസ്റ്റ് നമുക്ക് അടുത്തതിൽ ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ഒരു ടേമും കൂടെ ഉണ്ട്, പക്ഷെ അത് മോണോമിയൽ ബൈനോമിയൽ ആണ് കേട്ടോ. അപ്പൊ 2 ഇൻറ്റു
AC പ്ലസ് BD. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇൻറ്റു ചെയ്യാം. 2 ഇൻറ്റു AC 2AC പ്ലസ് 2 ഇൻറ്റു BD 2BD. ഇനി നമുക്ക് പറ്റില്ല, കാരണം രണ്ടും അൺലൈക്ക് ടേംസാണ്. ഇനി നമുക്ക് ഇവരെല്ലാവരുടെ കമ്പൈൻ ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റത്തെ നമുക്ക് കിട്ടി, ദെൻ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തേർഡും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതണം, കാരണം ഇവിടെ ഇവരെ കമ്പൈൻ ചെയ്യാനായിട്ട് അഡിഷൻ ആണ് യൂസ് ചെയ്തത് അല്ലേ, നമ്മുടെ പ്ലസ് സിമ്പിൾ ആണ് യൂസ് ചെയ്തത്. അപ്പം നമ്മൾ അതുപോലെ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്ത് ഇവരെ കണക്ട് ചെയ്തെടുക്കണം. അതിനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് AC മൈനസ് AD പ്ലസ് BC മൈനസ് BD, ദെൻ പ്ലസ് ആണ്, കണക്ട് ചെയ്യാൻ യൂസ് ചെയ്ത സിമ്പിൾ പ്ലസ് ആണ്. നമ്മൾ വീണ്ടും പ്ലസ് AC പ്ലസ് AD മൈനസ് BC മൈനസ് BD, എഗെയിൻ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത്, പ്ലസ് 2AC പ്ലസ് 2BD. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ലൈക്ക് ടേംസ് വരുന്നുണ്ടോ നോക്കണം. ഓക്കെ, ഇവിടെ AC ഉണ്ട്, ഇനി AC ഉണ്ടോ? യെസ്, AC. അപ്പം AC എഗെയിൻ ഒരു ACയും കൂടെ ഉണ്ട്, ദാ വീണ്ടും AC വരുന്നു. അപ്പം ഇവർ 3 പേരും ലൈക്ക് ടേംസ് ആണ്. അപ്പം AC പ്ലസ് AC 2AC, അതിൻ്റെ കൂടെ വീണ്ടും ഒരു 2AC, ദാറ്റ് ഈസ് 4AC. അപ്പം നമുക്ക് ഫസ്റ്റ് 4AC വന്നു. ദെൻ ഇനി നമുക്ക് നോക്കാൻ AD വരുന്ന ടേംസ് ഉണ്ടോ നോക്കാം. യെസ്, വരുന്നുണ്ട്. മൈനസ് AD പ്ലസ് AD, അതെന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി അല്ലേ. മൈനസ് AD പ്ലസ് AD, രണ്ടുപേരും എന്താ മൈനസ് ആൻഡ് പ്ലസ് വരുമ്പോൾ നമ്മൾ മൈനസ് ആ ചെയ്യുക. അപ്പോൾ AD മൈനസ് AD 0 ആയിപ്പോയി, അപ്പോൾ അവിടെ ഇല്ല. ഇനി ബാക്കി AD വരുന്നുണ്ടോ? ഇനി AD എന്ന് പറയുന്ന ടേം വരുന്നില്ല, അപ്പോൾ AD ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. ഇനി BC, യെസ്, ഇവിടെ BC ഉണ്ട്. BC മൈനസ് BC, അതും എന്തായിട്ട് പോയി? ക്യാൻസൽ ആയിട്ട് പോയി. BC മൈനസ് BC ചെയ്താൽ 0 ആയിട്ട് പോയി. ഇനി മൈനസ് BD അത് ക്യാൻസൽ ആവോ? ഇല്ല. മൈനസ് BD മൈനസ്, അപ്പം മൈനസും മൈനസും ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? -2 -1 ആൻസർ എന്താ? -2 ആണ്. അതുപോലെ തന്നെ ഇവിടെ കോഎഫിഷ്യൻസ് ശരിക്കും 1 വരുന്നുണ്ട്, ഇവിടെയും 1 വരുന്നുണ്ട്. അപ്പം -1 -2 ആണ്. അപ്പം -2 BD ആയിട്ട് അത് മാറി. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് വരുന്ന ആരാണ്? BD. എഗെയിൻ ഇവിടെ ഒരു BDയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇവരെ കൂടെ തന്നെ എഴുതാം അല്ലേ. പ്ലസ് BD പ്ലസ് 2BD, ബാക്കി എല്ലാ ടേംസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ഇവിടെ വീണ്ടും ലൈക്ക് ടേംസ് വന്നു. -2 പ്ലസ് 2 ആൻസർ എന്താ? മൈനസും പ്ലസും കൂടെ ഒരുമിച്ച് വന്നാൽ മൈനസ് ചെയ്ത് ഗ്രേറ്റർ നമ്പർ കൊടുക്കണം. പക്ഷെ ഇവിടെ 2ഉം 2, അതുകൊണ്ട് എന്തായി പോയത്? ക്യാൻസൽ ആയിട്ട് പോയി അല്ലേ, 0 ആയി പോയി. അപ്പോൾ ആ ടേമും 0 ആയി. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 4AC മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സോ ദി ആൻസർ ഇസ് 4AC. ഓക്കെ, ഇവിടെയും നമുക്ക് ലൈക്ക് ടേംസ് ആയിരുന്നു, ബട്ട് അതെന്താണ്? -2 പ്ലസ് 2 0 ആണ്. അപ്പോൾ 0BD എന്ന് പറഞ്ഞാൽ അത് ടേം ഇല്ല, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് 4AC മാത്രം എഴുതിയാൽ മതി. ബാക്കി എല്ലാ ടേംസും നമുക്ക് അവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻസർ. വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, നമുക്ക് ഒരുപാട് ടേംസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മൾട്ടിപ്ലൈ ചെയ്യാൻ ചോദിച്ചത്. പക്ഷെ നമ്മളത് ചെയ്ത് വന്നപ്പം എന്തായി? നമുക്ക് ചെറിയൊരു വാല്യൂയിലോട്ട് നമ്മൾ എത്തി. 4AC എന്ന് പറയുന്ന ഒരു ടേംസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെ 5th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്ഷെ 5th ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ ബൈനോമിയൽ ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബൈനോമിയൽ ആൻഡ് ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആൻസർ വരുന്നതാണ്. x പ്ലസ് y ഇൻറ്റു x സ്ക്വയർ മൈനസ് xy
പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ടേംസ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എക്സ് ദെൻ ഇൻടു നമ്മുടെ സെക്കൻഡ് ട്രൈനോമിയൽസിനെ എഴുതി കൊടുക്കാം. പിന്നെ അടുത്ത ടേം വൈ ആണ്. ആ വൈനെ എഴുതിയിട്ട് ബ്രാക്കറ്റിലെ ടേം കൊടുക്കാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടേം എടുത്തു, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ സെക്കൻഡ് ടേം എടുത്തു, ഇവരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ടേംസ് ആയിട്ട് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ആണ്. ദെൻ മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ദെൻ വൈ എഴുതാം. പിന്നെ പ്ലസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ഇനി അടുത്ത് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ, then പ്ലസും മൈനസും മൈനസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ, then പ്ലസും പ്ലസും പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഇസ് വൈ ക്യൂബ്. വൈ ഇൻറ്റു വൈ സ്ക്വയർ വൈ ക്യൂബ്. ഓക്കെ, 2ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ 3. എക്സ്പൊണൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ അല്ല. ഓക്കെ, സോ ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലൈക്ക് ടേംസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ലൈക്ക് ടേംസ് വരുന്നുണ്ടോ? എക്സ് സ്ക്വയർ വൈ, യാ. സോ ഇവിടെ ലൈക്ക് ടേംസ് ഉണ്ട്. പിന്നെ എക്സ് വൈ സ്ക്വയർ, യാ, എക്സ് വൈ സ്ക്വയർ എക്സ് വൈ സ്ക്വയർ. അപ്പൊ ലൈക്ക് ടേംസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ എക്സ് സ്ക്വയർ. സെയിം ടേംസിൽ ഡിഫറെന്റ് സൈൻസ് വന്ന അതിന്റെ മീനിങ് എന്താ? ആ ടേം ക്യാൻസൽ എന്നല്ലേ? അതായത് ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ വൈ ആണ്, ഇവിടെ പ്ലസ് എക്സ് സ്ക്വയർ വൈ ആണ്, ക്യാൻസൽ ആയിപ്പോയി. ഇനി അടുത്തത് പ്ലസ് എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ സ്ക്വയർ. എഗെയിൻ എന്താ വന്നത്? സെയിം ടേം ഡിഫറെന്റ് സൈൻ. അപ്പോഴും എന്താണ്? ആ ടേമും ക്യാൻസൽ ആയി. ഇനി ബാലൻസ് ആയിട്ട് വരുന്നത് വൈ ക്യൂബ് മാത്രമാണ്. സോ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? എക്സ് ക്യൂബ് വൈ ക്യൂബ് ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. സെയിം ടേംസ് ഡിഫറെന്റ് സൈൻസ് വന്ന ആൻസർ 0 ആയിരിക്കും. അതായത് ഇപ്പൊ -5 + 5 ആൻസർ എന്താണ്? 0 ആണ്. ഇപ്പൊ നമ്പേഴ്സ് ആണെങ്കിലും സെയിം നമ്പർ ഡിഫറെന്റ് സൈൻ വന്നു കഴിഞ്ഞാൽ ആൻസർ 0. അതുപോലെ തന്നെയാണ് വാരിയബിൾസിന്റെ കേസിലും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അവിടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെസിമൽസ് ആണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ കോഎഫിഷ്യൻസ് ഡെസിമൽ നമ്പേഴ്സ് ആണ്. നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യനിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഡെസിമൽ നമ്പർ വന്നപ്പം ചെയ്തതാണ്. അപ്പോൾ ഡെസിമൽസ് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. ആ ഡെസിമൽസിനെ മാറ്റി നമ്മൾ നോർമൽ നമ്പേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മുടെ ആൻസറിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഡെസിമൽ പോയിന്റ്സ് കൊടുത്താൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ഇവിടെ വരുന്നത് ബൈനോമിയൽ ആൻഡ് ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ അതിന്റെ കൂടെയാണ് അടുത്ത 2 ടേംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അതുമായിട്ട് കമ്പൈൻ ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ മുന്നേ ഒക്കെ പ്രോബ്ലംസ് ചെയ്തത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് ബൈനോമിയൽ എഴുതാം. നമ്മൾ ബൈനോമിയലും ട്രൈനോമിയലും എഴുതി. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. സോ 1.5x ഇൻറ്റു 1.5x പ്ലസ് 4y പ്ലസ് 3, ദെൻ മൈനസ് 4y ഇൻറ്റു 1.5x പ്ലസ് 4y പ്ലസ് 3. ഓക്കെ, ഇങ്ങനെയാ വന്നത്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഈ ഒരു നമ്പർ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഈ സെക്കൻഡ് അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1.5 ഇൻറ്റു 1.5, 1.5നെ അങ്ങ് മാറ്റി അത് 15 ആയിട്ട് എടുക്കുക. അപ്പൊ 15 ഇൻറ്റു 15 ചെയ്താൽ മതി. ഓക്കെ, 15 ഇൻറ്റു 15 എത്രയാണ്? 15 ഇൻറ്റു 15 225 ആണ് ആൻസർ വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ 1 ഡിജിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിൽ ടോട്ടൽ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ്സ് വരണം. അപ്പൊ നമുക്ക് 2.25x ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് 1.5 ഇൻറ്റു 4 ആണ്. അതായത് 15 ഇൻറ്റു 4 ചെയ്യാം. 20ക്ക് 0, ദെൻ 2, 4ഉം 6 വരും.
അപ്പോൾ അവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പോയിന്റ് കൊടുക്കുമ്പോൾ 6.0 ആണ്. 6.0 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ +6xy എന്ന് വരും. ദെൻ പ്ലസ്, ഇനി അടുത്തത് 15 × 3 ആണ് ചെയ്യേണ്ടത്. 1.5 × 3 എന്ന് പറയുമ്പോൾ 15 × 3 5, ദെൻ 45 വരും. അപ്പോൾ 45ലും ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ് ആണ്. അപ്പോൾ 4.5 വരും. അപ്പോൾ 4.5x. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി അതുപോലെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. -4 × 1.5 ആണ്. 4 × അത് 6.0 ആണ് വരുന്നത്. അപ്പോൾ 6 വരും. അപ്പോൾ 6xy, then minus plus -16y, then minus plus again -12y. ഇത്രയും വന്നു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണോ നോക്കാം. ലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ആ ലാസ്റ്റ് ടേമുമായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ x² ആണ്, വേറെ x² ടേം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2.25x² വരും ഫസ്റ്റത്തത്. ഇനി നെക്സ്റ്റ് xy വരുന്നുണ്ട്. 6xy - 6y. എഗെയിൻ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ സെയിം ടേം, ഒരാൾ പ്ലസും ഒരാൾ മൈനസിലും വന്നാൽ അത് 0 ആയിട്ട് പോയി. ഇനി നെക്സ്റ്റ് നമുക്ക് എക്സിന്റെ ടേംസ് വേറെ ഒന്നും വരുന്നില്ല. അപ്പൊ +4.5x എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ഇതാ ഇവിടെ വീണ്ടും ലൈക്ക് ടേംസ് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. സോ -16y - 12y. അപ്പൊ 16 - 12 ചെയ്യണം. അപ്പൊ ആൻസർ എന്താണ്? 4 ആണ് അല്ലെ. 4ഉം പിന്നെ ഓക്കെ ഇവിടെ 16 ആൻഡ് 12 രണ്ടും മൈനസ് ആണ്. അപ്പൊ എന്താ ആൻസർ വരാ? -16 - 12 എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്. 6 + 2 8 ആണ്. 1 + 1 2 ആണ്. അപ്പൊ -28 ആണ് വരിക. ഓക്കെ, സയൻസ് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ -28y ആണ് അവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇനി സിംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല. അപ്പൊ നമ്മുടെ ആ ഒരു ടേംസിനെ ഇതുമായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്യാം. അപ്പൊ -4.5x + 12y. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് ടേമിനെ ഞാൻ ഇങ്ങോട്ട് കമ്പൈൻ ചെയ്തു. അതാണ് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ് വരുന്നുണ്ടോ എന്ന്. നോക്കിക്കേ, 4.5x - 4.56 സെയിം ടേം ഡിഫറെന്റ് സൈൻ. ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ടേമും ക്യാൻസൽ ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതാ -28y + 12y, അതായത് -28 + 12. അപ്പൊ രണ്ടുപേരും അവിടെ ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്ത് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കണം. 8 - 2 6 ആണ്. 2 - 1 1 ആണ്. ഗ്രേറ്റർ നമ്പർ 28, അതിന്റെ സൈന് നെഗറ്റീവ്. അപ്പൊ -16 വരും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 2.25x². then ഇനി ആ ഒരു ടേമേ വരുന്നുള്ളൂ, ദാറ്റ് ഈസ് -16y. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ബാക്കി വന്ന ടേംസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി നമ്മൾ സിമ്പിൾ ഫോമിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, വലിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ അത് സിംപ്ലിഫൈ ചെയ്ത് വന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് എന്താണ്? സിമ്പിൾ ആണ്. അല്ലെങ്കിൽ അവിടെ നമുക്ക് മിസ്റ്റേക്ക് വരാം കേട്ടോ. ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇവിടെ വരുന്നത് ട്രൈനോമിയൽ ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഫസ്റ്റിൽ നോക്കിക്കേ 3 ടേംസ് ഉണ്ട്, അടുത്തതും 3 ടേംസ് ഉണ്ട്. പക്ഷെ ചെയ്യുന്ന മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഇവിടെ കോഎഫിഷ്യൻസ് ഒക്കെ 1 ആണ്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. a + b + c × a + b - c. ഓക്കെ, ഇങ്ങനെയാ വന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാറ്? നമ്മൾ ആദ്യം ഈ ഒരു നമ്പറിനെ എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. അടുത്തത് ബി എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ സി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. പക്ഷെ ആ ഒരു ഡിഫറൻസ് 3 പ്രാവശ്യം വരുന്നുണ്ടെന്നുള്ളൂ. 3 ടേംസ് വരുന്നുണ്ട്, നമുക്ക് 3 മൾട്ടിപ്ലിക്കേഷൻസ് അവിടെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. a × a + b - c, then + b × a + b - c. ഇനി ലാസ്റ്റ് +c × a + b - c. യെസ്, കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ബ്രാക്കറ്റ്സിനെ ഓപ്പൺ ചെയ്യാം, അതായത് മൾട്ടിപ്ലിക്കേഷൻ. a × a a², a × b ab, and a × c - ac.
ഓക്കെ, ഇനി നെക്സ്റ്റ് പ്ലസ് ബി ഇൻറ്റു എ ബി എ, ദെൻ ബി ഇൻറ്റു ബി ബി സ്ക്വയർ, ബി ഇൻറ്റു സി മൈനസ് ബി സി. പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ആണ്, അത് ഓർത്താൽ മതി. ഇനി നെക്സ്റ്റ് പ്ലസ് സി ഇൻറ്റു എ സി എ, സി ഇൻറ്റു ബി സി ബി ആൻഡ് സി ഇൻറ്റു സി സി സ്ക്വയർ. ബട്ട് അവിടെ ഒരാൾ പ്ലസും മൈനസും ആയതുകൊണ്ടാണ് ലാസ്റ്റ് നമുക്ക് മൈനസ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ് ചെക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ എ സ്ക്വയർ വേറെ എവിടെയും വരുന്നില്ല, അപ്പം അത് അവിടെ വരും എ സ്ക്വയർ. ദെൻ ഇനി ബി വരുന്നുണ്ട്, ദാ ഇവിടെയും ഉണ്ട് എ ബി അല്ലെ. ബി എ പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, എ ബി പ്ലസ് എ ബി 2ab എന്ന് വരും. അപ്പൊ പ്ലസ് 2ab. ഇനി എ സി ഉണ്ട്, മൈനസ് എ സി. ഇവിടെ ഒരു എ സി ഉണ്ട്, സി എന്ന് പറഞ്ഞാൽ എ സി ആണ്. അപ്പം പക്ഷെ രണ്ടു പേർക്കും ഡിഫറെന്റ് സൈൻ, അപ്പൊ അതെന്താവും, ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ ഈ ടേമും ക്യാൻസൽ ആയിട്ട് പോയി. ഇനി നെക്സ്റ്റ് വരുന്നത് ബി സ്ക്വയർ ആണ്. അപ്പൊ നമുക്കത് പ്ലസ് ബി സ്ക്വയറിന് എഴുതാം. പിന്നെ നെക്സ്റ്റ് മൈനസ് ബി സി ഉണ്ട്, ഇതാ ഇവിടെയും വരുന്നുണ്ട് ബി സി അല്ലെ. സി ബി എന്ന് പറഞ്ഞാലും ബി സി എന്ന് പറഞ്ഞാലും സെയിം ആണ്, പക്ഷെ അവിടെയും സൈൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ എന്തായി, വീണ്ടും ഇവ രണ്ടുപേരും അങ്ങ് ക്യാൻസൽ ആയി പോയി. അപ്പൊ ആ ടേമും നമുക്ക് ക്യാൻസൽ ആയി. ഇനി ബാക്കി വരുന്നത് സി സ്ക്വയർ ആണ്, അതായത് മൈനസ് സി സ്ക്വയർ. ഇത്രയല്ലേ ഉള്ളൂ, ബാക്കി ടേംസ് ഒക്കെ ക്യാൻസൽ ആയില്ലേ. എ ബി നമ്മൾ ചെയ്തു, എ സി ആൻഡ് അവിടുത്തെ എ സി ക്യാൻസൽ ആയി, ബി എ ആൻഡ് നമ്മൾ ചെയ്തു. പിന്നെ ബി സി സി ബി രണ്ടും ഡിഫറെൻറ്റ് സൈൻസ് ആകുമ്പോൾ എപ്പോഴും ഡിഫറെൻറ്റ് സൈൻസ് പ്ലസും മൈനസും വരുമ്പോൾ സെയിം നമ്പർ ഓർ സെയിം ടേംസ് വാരിയബിൾസ് എങ്ങനെയായാലും അത് ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ ഇത്രയും നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ദെൻ പ്ലസ് 2ab. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് അഡീഷനോ സബ്സ്ട്രാക്ഷനോ ഒന്നും പോസിബിൾ അല്ല. ഓൾ ആർ അൺലൈക്ക് ടേംസ്, എല്ലാം എന്താണ്, അൺലൈക്ക് ടേംസ് ആണ്. അപ്പൊ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ. ഇവിടെ നമ്മൾ ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്. ഓക്കെ, നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ട്രൈനോമിയൽ ആൻഡ് ട്രൈനോമിയൽ. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മളത് പറഞ്ഞത്. പക്ഷെ ചെയ്യുന്ന മെത്തേഡ് എല്ലാം എന്താണ്, സെയിം ആണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു എക്സസൈസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷനും അതിന് കൂടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കോഎഫിഷ്യൻസ്, ടേംസ്, വാരിയബിൾസ്, അതുപോലെ പോളിനോമിയൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് പഠിക്കുന്നു അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് മോണോമിയലിലും ബൈനോമിയലിലും ട്രൈനോമിയലിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററും കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഈ ഒരു എക്സസൈസ് ആയിരുന്നു ലാസ്റ്റ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പും നമ്മൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടും. ഓക്കെ, ബൈ, താങ്ക് യു.